ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോ പാലട കൊണ്ടുള്ളൊരു പായസാട്ടോ. പാലട മിക്സ് കൊണ്ടുള്ള പായസമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റ് കേട്ടോ. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലത്തെ ടേസ്റ്റ് കേട്ടോ. നല്ല പിങ്ക് പാലട പായസമാണ്. അത് ഉണ്ടാക്കിയൊരു വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത് അല്ലേ. എളുപ്പത്തിൽ 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഈ പാലട ഒന്ന് വേകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കുറേ ഇട്ടിട്ടുണ്ട് വേറെ പാലട മിക്സിൻ്റെ. പക്ഷേ ഈ പാലട മിക്സ് കൊണ്ട് ഉണ്ടാക്കിയപ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കിയപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോഴത്തേക്ക് നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ വേണമെങ്കിൽ ചേർക്കാമെന്നുള്ളൂ. എല്ലാം ഇതിലുണ്ട് കേട്ടോ അല്ലേ. ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ വെച്ച ഫോട്ടോ എടുത്തതാണ് ഉണ്ടാക്കിയത്. ഇത് ചൂടോടെ കഴിക്കാനും തണുത്തിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാട്ടോ. എളുപ്പത്തിലൊരു പായസം ഉണ്ടാക്കണം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പായസമൊക്കെ ഉണ്ടായിക്കും. ഓക്കെ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം കേട്ടോ. ഇതാ ഇപ്പോൾ ഈ പാലട മിക്സാണ് ഞാൻ എടുത്തുകൊണ്ടത്. ഒരു 300 ഗ്രാം പാലട ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഫോട്ടോ കണ്ടേ, നല്ല കാണാൻ നല്ല പിങ്ക് കളറിൽ. നമുക്കിതൊക്കെ ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ട ഇതൊക്കെ ഇതിന്മേൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് അത്യാവശ്യം കുറച്ച് ചേർക്കണമെങ്കിൽ നെയ്യോ അണ്ടിപ്പരിപ്പോ മുന്തിരി എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഓൾറെഡി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനതിന് ഒരു ലിറ്റർ പാലാണ് എടുത്തുള്ളത്. അപ്പോൾ അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പോയി പാലൊക്കെ ഒന്ന് നല്ലോണം തിളച്ച് വരട്ടെ. ഈ പാലിൽ കടന്നൊരു 30 മിനിറ്റ് നേരം വേകണം കേട്ടോ. അതന്നെ ഇപ്പോൾ ഇതിൻ്റെ ബാക്കിയൊന്നും ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. മധുരം എല്ലാം ഇതിലുണ്ടാവും. പിന്നെ ഒന്നുകൂടി ടേസ്റ്റ് ആണെങ്കിൽ നമുക്ക് അല്പം നെയ്യും കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം നമുക്ക് നമ്മുടെ വകയായിട്ട്. ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. മധുരമൊക്കെ ഇതിലുണ്ടാവും കേട്ടോ. മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ പാലിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ, നല്ലോണം തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് ആ പാലട മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനൊക്കെ അമർത്തി നമ്മളൊന്ന് സപ്പോർട്ടാക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്കും നിങ്ങളെ എല്ലാ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഫീഡ്ബാക്കൊന്നും അറിയിക്കൊണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. നമുക്ക് പാലട മിക്സായിട്ട് ഇട്ട് കൊടുക്കാം. പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പാലട മിക്സ് ഇട്ടാൽ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ആദ്യം നല്ലോണം ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് നേരം ഈ പാലട ഒന്ന് വേവോളൊന്ന് ഇളക്കി കൊടുക്കട്ടോ. നമുക്ക് അറിയുണ്ടാവും കുറച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് തൊട്ട് നോക്കിയാൽ മതി. ഒരു അരമണിക്കൂർ വേവിച്ചാൽ തന്നെ നല്ലോണം വെന്ത് വരുന്നുണ്ടാവും. പിന്നെ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചണം കേട്ടോ. ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോയിൽ. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വല്ലാതെ കുറുകി വരുള്ളൂ. പാലട ഒന്ന് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആദ്യം തന്നെ നമ്മൾ പാലിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് തിളക്കോളം നമ്മൾ കൈയെടുക്കാതെ അങ്ങനെ ഇളക്കിയിട്ട് പിന്നെ ചെറിയ ഫ്ലെയിം ആക്കിയിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടി പിടിച്ചിട്ടോ. നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ പാലടയൊക്കെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി വെന്തുക്കണമെന്ന്. എളുപ്പത്തിൽ പോകും കേട്ടോ. അങ്ങനെ എളുപ്പത്തിലൊരു പായസം ഉണ്ടാക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പായസവും ഇവിടെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കോളി. അധികം നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ വീഴേണ്ട ഒന്നും വേണ്ട. പാല് മാത്രം ഉണ്ടായാൽ മതി കേട്ടോ. എല്ലാവർക്കും അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ പാലട പായസം കേട്ടോ. കുടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അധികമൊന്നും കുടിച്ചാൽ കഴിയില്ല. അത്രക്കും നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അങ്ങനെ പാലടയൊക്കെ നല്ലോണം കൊഴുത്ത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ ചെയ്യാണ്ട്. അത് ഓപ്ഷനാണ്, നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ അതും കൂടി ചെയ്യുമ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. നമുക്ക് അല്പം നെയ്യ്, പശുവിൻ്റെ നെയ്യ് കുറച്ച് ഒഴിച്ച് കൊടുക്കണം. അത് അതിൻ്റെ ഒരു മണം നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് അണ്ടി വറുത്തിട്ട്, അണ്ടിപ്പരിപ്പോ മുന്തിരിയൊക്കെ വേണമെങ്കിൽ ഇട്ടോളൂ. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പാണ് വറുത്തിടുന്നത്. ഇതിലിട്ട് കൊടുത്താൽ മതി. ഒന്ന് നമ്മൾ കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാനൊക്കെ. അങ്ങനെ നമ്മൾ ഏറ്റവും ടേസ്റ്റിയായ പാലട മിക്സ് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ എളുപ്പത്തിലൊരു പായസം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ എളുപ്പട്ടോ. ഇനി നമുക്ക് സ്വന്തം കഴിക്കണം തോന്നുകയാണെങ്കിലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ കൊടുക്കണമെങ്കിൽ ഇത് കൊടുന്ന് വെച്ചാൽ മതി. കുറച്ച് പാലുണ്ടായാൽ പെട്ടെന്ന് ഉണ്ടാക്കുമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാട്ടോ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ പാലട മിക്സാണ് അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ചെറിയ ചൂട് കൊടുക്കാനത്തിനൊന്ന് കഴിച്ച് നോക്കാം. ഇപ്പോൾ കുറച്ച് ചൂടൊക്കെ അറിയിക്കണം. ചൂട് കൊടുക്കാനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഒന്ന് തണുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. തണുക്കുമ്പോൾ ഒന്നും കൂടി കുറുകി വരുന്നുണ്ടാവും. ഒരു പാകത്തെ ചൂടാണ്.
ഞാനിപ്പോൾ ഈ ചൂട് കൊടുക്കാൻ തന്നെ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. എന്താ കാണാനും നല്ല പിങ്ക് കളറിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉണ്ടോ. ഞാൻ എൻ്റെ ചാനലിൽ കുറേ പായസത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും പോയി കാണി. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും പറയണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊണ്ടു അല്ലേ. എന്തോ ഒരു ഭംഗിയൊരു തിളക്കാണ് ആ പായസത്തിന് കേട്ടോ. ഇത് ഏത് വിരുന്നാർ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും, നമുക്കും സെർവ് ചെയ്യാം വീട്ടിൽ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അങ്ങനെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കുറച്ച് ഫോട്ടോസ് എടുത്തതാണ്, അത് കുറച്ച് അധികം അതിലായി, അത് കുഴപ്പമില്ല. നല്ല കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ഭംഗിയാണ്. എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ. അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.